ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സെപ്റ്റംബർ 22 നവരാത്രി ആരംഭിക്കുകയാണ്. നവരാത്രി മുതൽ ആ ഒരു 11 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പൂജാമുറിയിൽ, അങ്ങനെയല്ല നിങ്ങൾ സ്പെഷ്യലായിട്ട് ദേവിക്ക് വേണ്ടിയിട്ട് കലശമൊക്കെ വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അവിടെ, കലശം വെക്കുന്നവർക്കും വെക്കാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാജിക് ബൗളിനെ കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് പീരിയഡ്സ് പുലവാലായ്മ ഉള്ളവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പീരിയഡ്സ് പുലവാലായ്മ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവസാനത്തെ 3, 5, 7, 9 ദിവസങ്ങളിലായിട്ട് ഈ ഒരു മാജിക് ബൗള് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഈ മാജിക് ബൗള് വെക്കുകയും വേണം, ഒപ്പം തന്നെ നമ്മളൊരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുകയും വേണം. എന്തിനാണ് നമ്മൾ ഈ ഒരു മാജിക് ബൗൾ വെക്കുന്നത്? നമുക്ക് ഒരു വർഷത്തേക്ക് സർവ്വസമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദേവിയോടുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു മാജിക് ബൗളിൻ്റെ രൂപത്തിൽ നമ്മൾ അമ്മയ്ക്ക് മുൻപിലോട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാജിക് ബൗൾ വെക്കേണ്ടതെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പീരിയഡ്സും പുലവാലായ്മയും ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം അവർക്ക് അവസാനത്തെ ആ ദിവസങ്ങളിൽ ചെയ്യാം. ഇനി ഇത് ചെയ്യുമ്പം ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവോ എന്നൊരു സംശയം എല്ലാവർക്കും വരും. നോൺ വെജ് കഴിച്ചുകൂടാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നവരാത്രി പൂജ ചെയ്യുന്നവർക്ക് നോൺ വെജ് കഴിക്കാണ്ട് നിങ്ങളുടെ വീട്ടിൽ പോലും നോൺ വെജ് കുക്ക് ചെയ്യാതെ ഈ പൂജയൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള കാര്യം. ഇനി ഒരു നിവൃത്തിയും ഇല്ല, ഞങ്ങൾക്ക് നോൺ വെജ് കഴിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ അവസാനത്തെ ആ ഒരു 3 ദിവസം നിങ്ങൾ ഈ ഒരു മാജിക് ബൗള് വെച്ചാൽ മതിയാവും. ഇനി ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കലശം വെക്കുന്നില്ല, ഫോട്ടോ മാത്രം വെച്ചാണ് ചിലപ്പോൾ പൂജ ചെയ്യുന്നതെന്നിരിക്കെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് വന്നു, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ട്രാവലിംഗ് ആണ്, ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാജിക് ബൗൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാം. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അവിടെ കൊണ്ടുപോയി, എവിടെ പോകുന്നോ അവിടെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ ഒരു ദീപം കൊളുത്തി വെച്ച് ഈ പറയുന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് കുറച്ച് വസ്തുക്കൾ വേണം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വസ്തുക്കളാണ് വേണ്ടത്. ആദ്യം ഈ വസ്തുക്കളെ പരിചയപ്പെടുത്തിയിട്ട് ഇതെങ്ങനെ വെക്കണമെന്ന് ഞാൻ പറയാം. ആദ്യം വേണ്ടത് 1 ടീസ്പൂൺ പച്ചരിയാണ്. അതേപോലെ വേണ്ടത് 1 ടീസ്പൂൺ മസൂർ ദാൽ എന്ന് പറയും, ഓറഞ്ച് കളറിൽ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പരിപ്പെടുക്കാവുന്നതാണ്, തുവരപ്പരിപ്പ്. അടുത്തതായിട്ട് വേണ്ടത് പച്ചക്കർപ്പൂരമാണ്. അതൊരു 5 or 6 പീസ് പച്ചക്കർപ്പൂരം എടുക്കാം. പച്ചക്കർപ്പൂരം നിങ്ങൾ കിട്ടാനില്ല, അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാദാ കർപ്പൂരം എടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര, 9 നാണയങ്ങൾ. നാണയങ്ങളെന്ന് പറയുമ്പം ഡിനോമിനേഷൻ ഏതുമാവാം, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ. പക്ഷേ ടോട്ടലായിട്ട് 9 നാണയങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് കറുവാപ്പട്ടയുടെ 1 സ്റ്റിക്ക്, പിന്നെ 9 ഗ്രാമ്പു, പൂവുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രാമ്പു, 9 ഏലക്ക, അതും ഫ്രഷ് ആയിരിക്കണം. 1 ബിരിയാണി ഇല. ബിരിയാണി ഇലയിൽ നമ്മൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. ഇതിൽ എല്ലാം നിങ്ങൾക്ക് പുതിയത് മേടിക്കാൻ പറ്റിയാൽ നല്ലതാണ്. കാരണം എല്ലാം പുതിയ വസ്തുക്കളായിട്ട് നമ്മൾ വെക്കുക എന്ന് പറയും. ഇപ്പോൾ പച്ചക്കർപ്പൂരമൊക്കെ പഴയതുണ്ടെങ്കിൽ എടുക്കാം, തെറ്റില്ല. പക്ഷെ പുതിയത് വാങ്ങിച്ച് വെക്കുമ്പോൾ അതിന് കുറച്ചും കൂടിയിട്ട് നമ്മൾ പുതിയൊരു തുടക്കം ദേവിയോട് ആവശ്യപ്പെടുന്നത് പോലെയാകും. ഇനി അങ്ങനെ ഇല്ല എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എടുത്താൽ മതി. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ മസൂർ ദാലിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അത് എടുക്കാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിടാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി വേണം. ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ, നമ്മൾ ചെറിയ ബ്രൂ മേടിക്കുന്ന അല്ലെങ്കിൽ ജാമൊക്കെ മേടിക്കുന്ന ചെറിയ ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കാം. സെറാമിക്കിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉള്ളതിൽ ഏറ്റവും ചെറുത് വെച്ചെടുത്താൽ മതിയാവും, ഗ്ലാസ് എടുക്കാം. ഇനി ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ബൗൾ എടുക്കാം.
പക്ഷേ ചില്ല് വേണം, സ്റ്റീല്, അലൂമിനിയം ഇതൊന്നും എടുക്കാൻ പാടില്ല. ഇനി ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറയുന്നവർക്ക് ചെറിയ മൺകുടം എടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചില്ലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയോ ആണ്. ഗ്ലാസ് ഇല്ലാത്ത വീടൊന്നും ഇല്ലല്ലോ. അതിലേക്ക് ആദ്യം നമ്മൾ പച്ചരി ഇടണം. രണ്ടാമതായി അതിന് മുകളിൽ പഞ്ചസാര, മൂന്നാമതായി പരിപ്പ്, നാലാമതായി ഏലക്ക, അഞ്ചാമതായി ഗ്രാമ്പൂ, ആറാമതായി പട്ട, ഏഴാമതായി കർപ്പൂരം, എട്ടാമതായി പൈസ. ഇത്രയും വസ്തുക്കൾ ആ ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും പാത്രത്തിൽ ഇട്ട് ഇത് മിക്സ് ചെയ്തിട്ടും ആ ഒരു ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്തോട്ട് ഇടാം. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്ത് ഇട്ടതിന് ശേഷം നല്ല പോണം ഇത് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബേ ലീഫ്, ബിരിയാണി ഇല എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ആ ഒരു ബിരിയാണി ഇല എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് ചുമന്ന കളറിലെ മാർക്കർ വെച്ച് നമ്മൾക്ക് എഴുതണം. എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ എഴുതുക. ഞാൻ ദാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ബേ ലീഫ് എടുത്തിട്ട് റെഡ് കളർ മാർക്കർ കൊണ്ട് എഴുതുക. ഗുഡ് ഹെൽത്ത്, പ്രോസ്പെരിറ്റി, സക്സസ്, വെൽത്ത്, ഹോം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതിയത്. ഇത് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു. നിങ്ങൾക്ക് പ്രൊമോഷൻ എഴുതാം, ജോബ് എഴുതാം, അതേപോലെ കരിയറിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ കരിയർ എന്ന് എഴുതാം. എന്താണോ നിങ്ങളുടെ ആവശ്യം, മണിയാണെങ്കിൽ മണി എന്ന് എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ് ഒറ്റ വാക്കിൽ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അത്ര മാത്രമേ വേണ്ടൂ. അങ്ങനെ ഒരു സൈഡ് എഴുതി. ഇനി അടുത്ത വശം, ആ ഒരു ബേ ലീഫിൻ്റെ പുറക് ബാക്ക് വശം നമ്മൾ എടുക്കുക. അവിടെ എഴുതേണ്ടത് അബണ്ടൻസ് എന്നാണ്. അതും നമ്മൾ ഇംഗ്ലീഷിൽ വേണം എഴുതാൻ. ക്യാപിറ്റൽ ലെറ്ററിൽ അബണ്ടൻസ് എന്ന് എഴുതിയിട്ട് ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 1, 4, 8 എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് 4, 1, 8 വീണ്ടും സ്പേസ് 8, 1, 8 സ്പേസ് ഇട്ടിട്ട് 8. ഈ നമ്പരും കൂടിയിട്ട് നമ്മൾ എഴുതണം. എഴുതിയതിന് ശേഷം ഈ ഒരു ബേ ലീഫ് നമ്മൾ ഒന്ന് ചുരുട്ടുകയോ അല്ലെങ്കിൽ മടക്കുകയോ ചെയ്തിട്ട് ആ ഗ്ലാസ് ബൗളിന് ഉള്ളിലോട്ട് നമ്മൾ വെക്കുക. വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എടുക്കുന്ന ഒരു കുപ്പി ബൗളാണെന്നുണ്ടെങ്കിൽ അതിനൊരു അടപ്പ് കാണും, അതുകൊണ്ട് അടയ്ക്കാം. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ഇനി അടപ്പില്ലാത്ത ഒരു ബൗളാണ് നിങ്ങൾ എടുത്തത്, ഗ്ലാസ് കുപ്പിയാണ് നിങ്ങൾ എടുത്തതെങ്കിൽ അത് നിങ്ങൾക്കതിന് മുകളിലായിട്ട് ബ്രാസിൻ്റെ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ട് ഒരു മൺവിളക്കോ ബ്രാസിൻ്റെ ഒരു കുഞ്ഞു വിളക്കോ കിഴക്കോട്ട് അഭിമുഖമായിട്ട് വെച്ച് ദീപം കിഴക്കോട്ട് വരുന്ന രീതിയിൽ നെയ്യൊഴിച്ച് നമ്മൾ കത്തിക്കണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 11 ദിവസവും, അതായത് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ ഈ 11 ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും ദീപം കത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. യാത്ര പോകുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുവല്ലോ. സെപ്റ്റംബർ 22-ാം തീയതി രാവിലെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അന്ന് വൈകിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ പിറ്റേ ദിവസം മുതൽ രാവിലെയും വൈകിട്ടും ദീപം കത്തിക്കാൻ മറക്കരുത്. ഇനി ദീപം കത്തിച്ചതിന് ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് 108 പ്രാവശ്യം ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം ജപിക്കണം. ഓർക്കുക, നിങ്ങൾ ലളിതാ സഹസ്രനാമം രാവിലെയും വൈകിട്ടും ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദീപം കൊളുത്തി വെച്ചിട്ട് രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ മതിയാവും. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ലളിതാ സഹസ്രനാമം, വൈകിട്ട് ഈ ഒരു ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം. ഇനി രാവിലെ ലളിതാ സഹസ്രനാമം, വൈകിട്ട് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പാരായണം ചെയ്താൽ മതിയാവും. ജോലിക്കൊക്കെ പോകേണ്ടുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത്രയും ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യാൻ പറ്റിയില്ല എങ്കിലാണ് ഈ ഒരു ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലേണ്ടത്. പക്ഷേ 2 നേരവും നമ്മൾ ദീപം കൊളുത്തിയതിന് ശേഷം ഈ പറയുന്ന എന്തെങ്കിലും ഒന്ന് ജപിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒക്ടോബർ 2-ാം തീയതിയോ അല്ലെങ്കിൽ ഒക്ടോബർ 3-ാം തീയതിയോ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം,
ഒരു ചുമന്ന കളറിലെ ക്ലോത്ത് എടുക്കുക. അത് ദേവിയെ നമ്മൾ വീഴ്ത്തിയ ആ ഒരു പീഠത്തിൽ റെഡ് കളർ ക്ലോത്ത് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു റെഡ് കളർ ക്ലോത്ത് എടുക്കുക. അതിലേക്ക് ആ 9 നാണയങ്ങൾ, 9 ഏലക്ക, 9 ഗ്രാമ്പു, പച്ചക്കർപ്പൂരം, കറുവാപ്പട്ട, ആ ഒരു ബേ ലീഫും കൂടെ വെച്ച് ഒരു കിഴി പോലെ കെട്ടി അമ്മയോട് ഞാനിതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ പൈസ വെക്കുന്നിടത്ത് കൊണ്ടുവച്ചിരിക്കുക. അത് നമുക്ക് തരുന്നത് പ്രൊട്ടക്ഷനാണ്. അതിൽ ദേവിയുടെ അനുഗ്രഹമുണ്ട്, അമ്മയുടെ എനർജിയുണ്ട്. അടുത്ത നവരാത്രിക്ക് മുൻപ് നമ്മുടെ വീട്ടിലോട്ട് നമ്മളെ തേടി ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. പച്ചരി, പഞ്ചസാര, മസൂർ ദാൽ ഇത് കിളികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയോ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കളയുകയോ ചെയ്യാം. വളരെ വളരെ എനർജി നിറഞ്ഞ ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഈ ഒരു മാജിക് ബൗൾ എല്ലാവരും വീട്ടിൽ നിർമ്മിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസങ്ങളിൽ പറ്റിയില്ലെങ്കിലും അവസാനത്തെ 5, 3, 7 ദിവസങ്ങളിലെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഫലം തന്നെ ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.